ടി.ഐ. മധുസൂദനൻ എം.എൽ.എക്കെതിരെയുള്ള ഫണ്ട് വിവാദം. പയ്യന്നൂരിൽ ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി എം.എൽ.എ. ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് സെൻട്രൽ ബസാറിൽ പോലീസ് തടഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ബി. ഗോപാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന പയ്യന്നൂരിന്റെ എം.എൽ.എ. രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പയ്യന്നൂർ കെ.എസ്.ആർ.ടി.സി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനമുന്നേറ്റ പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. കമ്മ്യൂണിസ്റ്റ് കാട്ടാളം ആരംഭികൾക്കെതിരെ അഴിമതിയുടെ ടി.ഐ. മധുസൂദനൻ എം.എൽ.എക്കെതിരെയുള്ള ഫണ്ട് വിവാദത്തിൽ പയ്യന്നൂരിൽ ബി.ജെ.പിയുടെ ആഭിമുഖ്യത്തിൽ എം.എൽ.എ. ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പെരുമ്പയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സെൻട്രൽ ബസാറിൽ പോലീസ് തടഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ബി. ഗോപാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പിയുടെ പ്രവർത്തകർ മാർച്ച് നടത്തിയപ്പോ ആ മാർച്ച് നടത്തിയതിനിടയിലേക്ക് കയറി ഞങ്ങളെ ഉപദ്രവിച്ച് ആക്രമിച്ച് ഞങ്ങളെ എതിർക്കാൻ ശ്രമിച്ച ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇന്നത്തെ ആക്രമണം ഒരു വാണമാണ്. ശരിയായ ആക്രമണം ഈ മധുസൂദനെതിരായിട്ട് നിലപാടെടുത്താൽ സകല എണ്ണത്തിനെയും ഞങ്ങൾ ആക്രമിക്കുമെന്ന ഡിവൈഎഫ്ഐയുടെ നേതാവ് പറഞ്ഞത്. എന്റെ പൊന്നു ഡിവൈഎഫ്ഐ CPM നേതാക്കളെ, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വാണം വേണ്ടി വരും, അല്ലാതെ നാട്ടിലിറങ്ങിയിട്ട് നിങ്ങൾക്ക് ബി.ജെ.പി. ഭാരതീയ ജനതാ പാർട്ടി തീരുമുളച്ച പ്രസ്ഥാനമാണ്. നിങ്ങൾ അങ്ങ് പ്രേരിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ വെല്ലുവിളിച്ച സ്ഥലത്ത് നിന്നാണ് ഞങ്ങളിന്ന് സംസാരിക്കുന്നത്. കുഞ്ഞികൃഷ്ണന് ടി.പി. ചന്ദ്രശേഖരന്റെ അവസ്ഥയുണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നുവെന്നും കത്തികാട്ടി ഭീഷണിപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ കുഞ്ഞികൃഷ്ണനെ സംരക്ഷിക്കാൻ ബി.ജെ.പി. രംഗത്ത് വരുമെന്നും ബി. ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രവീന്ദ്രൻ ചിറ്റടി, നന്ദകുമാർ അന്നൂർ, രമാസ് അനൽകുമാർ, സുഭാഷ് മുല്ലക്കോടി, SC മോർച്ച ജില്ലാ സെക്രട്ടറി സുജിത് കുമാർ കേളോത്ത്, യുവമോർച്ച ജില്ലാ സെക്രട്ടറി സ്വരാജ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അജികുമാർ കരിയിൽ, AP ഗംഗാധരൻ, TC മനോജ്, മേഖലാ സെക്രട്ടറി പനക്കീൽ ബാലകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ധനേഷ് കണിയാംകുന്ന്, സുനിൽകുമാർ കാങ്കോൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.